ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരിയും ഉരുളക്കിഴങ്ങും കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ വട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml കപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കുകയും വേണം. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വേവിച്ചെടുക്കണ്ട, ഉണ്ടാക്കാൻ നേരത്ത് ഒരു 20 മിനിറ്റ് മുന്നേയൊക്കെ പുഴുങ്ങിയെടുത്താൽ മതി. ആദ്യം നമുക്ക് അരി ഒരു 4-5 മണിക്കൂർ കുതിർത്തിയെടുക്കാം. ഇപ്പോൾ രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി അരി കുതിർത്തി വെച്ചാലും മതി. അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 4 മുതൽ 5 മണിക്കൂർ വരെ കുതിർത്തിയെടുക്കാം. നമുക്ക് ബസ്മതി അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളം ഒന്ന് വാർത്ത് കളയാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. വലിയ ജാറിലിട്ടാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവരുത്. ഇനി നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം കൂടാതെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ചതച്ച മുളക്. ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചതച്ച മുളക് മാത്രമാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അധികം എരിവ് കഴിക്കില്ലല്ലോ. പിന്നെ ഇപ്പോൾ ചതച്ച മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തതാണ്. ഉപ്പില്ലാതെയാണ് വേവിച്ചെടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കൈകൊണ്ട് ഉടച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ കുറച്ച് എണ്ണ മതിയാവും. വലിയ പാത്രം എടുത്താൽ കുറേ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും. വട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കാൻ. തീ ഇപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുത്ത് വയ്ക്കുക. അതിലൊന്ന് കൈ മുക്കുക. അതിന് ശേഷം മാവ് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. വലിയ ഉരുളകളാക്കി എടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ടേ എടുക്കാവൂ. കാരണം അരിയാണ്, വലുതാക്കി എടുത്താൽ അകമൊന്നും വെന്ത് കിട്ടില്ല. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി താഴെ ഒന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചമ്മന്തി കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഉഴുന്നുവടയൊക്കെ കഴിക്കുമ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ കുറേ കൂടെ ടേസ്റ്റാണ്. അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ ഉള്ളി. ഞാനിപ്പോൾ ഇത് ചൂടുവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കടുകൊന്നും വറുക്കുന്നില്ല. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തുകൊണ്ട് ചട്നി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. വടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വട കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇതേ കളറിൽ വേണം വറുത്തെടുക്കാൻ.
അധികം കരിഞ്ഞു പോവരുത്. ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചട്നിയുടെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.